ജീവധാരയുടെ പ്രേക്ഷകരിൽ ലഭിച്ച ഒരു കത്താണിത്. ചെറുപുഴയിൽ നിന്ന് രത്നാകരൻ എഴുതിയിരിക്കുന്നു. അദ്ദേഹത്തിന് 34 വയസ്സുണ്ട്. 6 കൊല്ലമായിട്ട് തൊലി പുറമെ പ്രത്യേകിച്ച് മുഖത്തും കറുത്ത് കുരുക്കൾ പോലെ പൊങ്ങി വരുന്നു. ചിലപ്പോൾ മരുന്ന് കഴിച്ചാൽ അത് മാറുമെങ്കിലും വീണ്ടും വരുന്നു. കുറേ കാലത്തേക്ക് പിന്നെ ഉണ്ടാകുന്നില്ല. എന്നാൽ തനിയെ 1-2 സ്ഥലത്ത് വീണ്ടും വരുന്നു. മുഖത്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മാംസം കഴിക്കുമ്പോൾ ഇത് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നു. ഒരാൾ പറഞ്ഞത് നാഗദോഷമാണെന്ന്. ഇത് മാറാനുള്ള മരുന്ന് ആയുർവേദത്തിലുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇത് കഫവൃദ്ധി കൊണ്ട് മാംസം കഴിക്കുമ്പോൾ ഇത് വർദ്ധിച്ചു വരുന്നതായിട്ട് പറയുന്നുണ്ട്. ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ട് കൊഴുപ്പ് വർദ്ധിച്ചിട്ട് ശരീരത്തിലുണ്ടാകുന്ന ഒരു തരം കുരുക്കളാണിത്. ഇത് മുഖക്കുരു പോലെ മുഖത്തും അതുപോലെ കഴുത്തിലും പുറകുവശത്തുമായിട്ട് ഈ സ്കാപ്പുലയുടെ ആ ഏരിയയിലായിട്ട് ഇത്രയും ഭാഗത്താണ് അധികമായിട്ട് കാണപ്പെടുക. കൃത്യമായിട്ടും ലക്ഷണങ്ങളോടുകൂടി അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭക്ഷണക്രമത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. നെയ്യ് അധികം അടങ്ങിയിട്ടുള്ളതും അതുപോലെ മധുര പലഹാരങ്ങളും ഇതൊക്കെ കൊഴുപ്പ് ധാരാളം വരുന്നതാണ്. ആ കൊഴുപ്പിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ ഈ കുരുക്കൾ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ കഫക്ഷയജമായിട്ടുള്ള ഔഷധങ്ങൾ ഇതിൽ വളരെ നല്ലതായിരിക്കും ഇത് കഴിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ മുഖത്ത് പുരട്ടാനായിട്ട് നാൽപ്പാമര ചൂർണം തന്നെ കാടിയിൽ കുറുക്കി അതുപോലെ തവിട് തെള്ളിയിട്ട് അതിൻ്റെ നല്ല സൂക്ഷ്മമായിട്ടുള്ള ആ തവിടിൻ്റെ ചൂർണം ചേർത്ത് കുറുക്കി ആറി മുഖത്ത് പുരട്ടാൻ ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും മുഖം കഴുകി വൃത്തിയാക്കി വയ്ക്കാൻ ശ്രമിക്കുക. മുഖം 2 നേരവും ചെറുപയറിൻ്റെ പൊടിയോ കടലമാവോ ഒക്കെ നനച്ച് തേച്ച് എണ്ണമയമില്ലാത്ത വിധത്തിൽ വൃത്തിയാക്കി വയ്ക്കുക. അതുപോലെ മറ്റ് സൗന്ദര്യവർദ്ധകങ്ങളായിട്ടുള്ള പൗഡർ മുതലായവ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ആ മുഖത്തെ ത്വക്കിലുള്ള ആ ദ്വാരങ്ങൾ അടഞ്ഞു പോകാനും ഈ കൊഴുപ്പും എണ്ണയും അടിഞ്ഞ് വീണ്ടും ഈ കുരുക്കൾ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ആരോഗ്യദാരിഷ്ടം ഉപയോഗിക്കാം. അതുപോലെ ലോഹാസവം ചേർത്ത് വെച്ച് രക്തശുദ്ധീകരവും അതുപോലെ തന്നെ ഈ കുരുക്കളെ ഇല്ലാതാക്കുന്ന വിധത്തിലും ഈ 2 അരിഷ്ടം ചേർത്ത് വെച്ച് 2 നേരമായിട്ട് കഴിക്കാം. രാവിലെയും വൈകിട്ടും ഭക്ഷണശേഷം കഴിക്കാം. പിന്നെ ഗുൽഗുലു പഞ്ചബല ചൂർണം അത് 1 ടീസ്പൂൺ തേനി ചതച്ച് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഈ കുരുക്കളെ ഇല്ലാതാക്കുന്നതിന് അതുള്ള കുരു തന്നെ പോകാനുമൊക്കെ ഭക്ഷണ കാര്യങ്ങളിലും അതുപോലെ ഈ മുഖം വൃത്തിയാക്കി സൂക്ഷിക്കുന്ന വഴി ഒരു പരിധിവരെ ഇദ്ദേഹത്തിന് ഈ മുഖക്കുരു അല്ലെങ്കിൽ ഈ പ്രാരം ഉണ്ടാകുന്ന ഈ കുരുവിൽ നിന്ന് മുക്തി നേടാവുന്നതാണ്. ചെറുപ്പളശ്ശേരിയിൽ നിന്ന് മൊയ്തീൻകുട്ടി എഴുതിയിട്ടുള്ള ഒരു കത്താണിത്. അദ്ദേഹത്തിന് 14 വർഷമായിട്ട് സോറിയാസിസ് രോഗം പിടിപെട്ടിരിക്കുന്നു. ആയുർവേദവും അലോപ്പതിയുമായിട്ട് ധാരാളം ചികിത്സകൾ ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് കഴിക്കാൻ അധികവും ആയുർവേദ മരുന്നുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം ശരീരത്തിൽ ചെറിയ ചുവന്ന കുത്തുകൾ പോലെ കാണപ്പെടുന്നു. 1-4 ശേഷം അതിൽ നിന്ന് മൊരി പോലെ പൊടിയായിട്ട് താഴോട്ട് വീഴുന്നു. ഇപ്പോൾ കാൽമുട്ടുകൾക്ക് ഭയങ്കര വേദനയുണ്ട്. സാധാരണ ക്ലോസറ്റിൽ ഇരിക്കാൻ പോലും കഴിയുന്നില്ല. ഇത് മാറിക്കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഈ കത്തിൽ നിന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം സോറിയാസിസിനോട് വളരെയധികം സാമ്യമുള്ളതും എന്നാൽ ആയുർവേദീയമായിട്ട് പറഞ്ഞാൽ ത്വക്ക് രോഗങ്ങളിൽ പറയപ്പെടുന്ന ദദ്രകുഷ്ഠത്തോട് സാമ്യമുള്ളതുമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ്. ഒട്ടുമിക്ക ത്വക്ക് രോഗങ്ങളിലും നാം ആഹാരനിഷ്ഠയും അതുപോലെ തന്നെ ആഹാരകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയും ദിനചര്യകളിൽ വേണ്ട വിധത്തിലുള്ള ദിനചര്യ അനുഷ്ഠിക്കുകയും അതുപോലെ ഉറക്കത്തിലും എല്ലാം വളരെ നിഷ്ഠപ്രകാരം ആ പറഞ്ഞ വിധത്തിലുള്ള ദിനചര്യയിൽ വിധിക്കുന്ന വിധത്തിലുള്ള ഭക്ഷണക്രമങ്ങളും എല്ലാം ശീലിക്കേണ്ടതുണ്ട്. മത്സ്യമാംസങ്ങളും അതുപോലെ കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ അധികം കഴിക്കുന്നതുകൊണ്ട് ഈ ത്വക്ക് രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ് കാണുന്നത്. ഇത് ശരീരത്തിലെ രക്തത്തെ അശുദ്ധമാക്കുകയും അതുപോലെ കഫവൃദ്ധിയെയും എല്ലാം ഉണ്ടാക്കിയിട്ട് ഈ രോഗത്തെ ഉണ്ടാക്കുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ചിട്ടയായിട്ടുള്ളൊരു ജീവിതമാകണം. അതിന് കൂടാതെ ഈ പറഞ്ഞ പോലെ അനേക വിധത്തിലുള്ള കഷായ യോഗങ്ങൾ ഈ രോഗത്തിനായിട്ട് പറയപ്പെടുന്നുണ്ട്. ഗുൽഗുലു തിക്ത കഷായം, മഞ്ചിഷ്ടാദി കഷായം, ഏതെങ്കിലും ഒരു വൈദ്യനിർദ്ദേശപ്രകാരം തന്നെ ഇത്തരം ദീർഘകാലാനുബന്ധമുള്ള ചികിത്സകൾ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ നാം ചികിത്സയ്ക്ക് ഒരുങ്ങുക. ദേഹത്ത്
അരച്ചു പുരട്ടുന്നതിന് ഏലാദിഗണ ചൂർണം ഉപയോഗിക്കാം. അത് കാടിയിൽ കുറുക്കി വളരെ കോമൺ ആയിട്ടൊന്നും ഉപയോഗിക്കുന്ന ഒരു തൈലമാണ്. എല്ലാവരും അവരവർ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നത്. ദന്തപ്പാല വെളിച്ചെണ്ണയിൽ ചേർത്ത് വെയിലത്ത് വെച്ച് കാഞ്ഞെടുക്കുന്ന തൈലം ഇതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ദന്തപ്പാല ചേർന്ന് വരുന്ന അനേകം തൈല യോഗങ്ങളുണ്ട്. അതുകൊണ്ട് അവയ്ക്കൊരു ഫലസിദ്ധി പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്നു. അപ്പോൾ ആ തൈലം മേൽ പുരട്ടാൻ ഉപയോഗിക്കാം. അതുപോലെ കഴുകാനായിട്ട് വെള്ളമിടുമ്പോൾ നാൽപ്പാമരപ്പട്ട, ചെത്തിവേര്, കടുക്ക മുതലായിട്ടുള്ള മുത്തങ്ങ മുതലായൊക്കെ ചേർത്ത് വെള്ളം വെന്ത് അതുകൊണ്ട് കഴുകുക. പിന്നെ കഷായം കഴിക്കുമ്പോൾ ഗുൽഗുലുയുക്ത കഷായം, മഞ്ചിഷ്ടാദി കഷായം ഇതിലേതെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. പിന്നെ ശോധനയില്ലാത്ത അവസ്ഥയിൽ ശോധന കിട്ടുന്ന വിധത്തിലുള്ള എന്തെങ്കിലും മാണിഭദ്രകുളമോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുക. എന്നുവെച്ചാൽ ശോധന ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ശോധന ബന്ധിക്കുന്നത് ഈ ത്വക്ക് രോഗങ്ങളെ വർദ്ധിപ്പിക്കുന്നു. വളരെ കൃത്യമായിട്ടും ചിട്ടയായിട്ടുമുള്ള ഒരു ചികിത്സയും ജീവിതക്രമവും ഇങ്ങനെയുള്ള ത്വക്ക് രോഗികൾ അനുഷ്ഠിക്കേണ്ടതാണ്. പെരിഞ്ഞനത്ത് നിന്ന് നിതിൻ എഴുതിയിരിക്കുന്ന ഒരു കത്താണിത്. ഇത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന കത്താണ്. അമ്മയുടെ കാൽമുട്ടിന് താഴെ കണങ്കാലിന് മുകളിലായിട്ട് കറുത്ത പാടും ചൊറിച്ചിലും കാണപ്പെടുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. ചൊറിഞ്ഞു പൊട്ടി ഇടയ്ക്ക് വെള്ളം എടുക്കുകയും എന്നാൽ നീർ വയ്ക്കുന്നില്ല, നീർക്കെട്ടുണ്ടാകുന്നില്ല. ഇത് അവരുടെ കുടുംബത്തിലുള്ള മറ്റു പലർക്കും കാണപ്പെടുന്നുണ്ട്. ഇത് പാരമ്പര്യമായിട്ട് വരുന്ന അസുഖമാണോ, ഇതിനെന്താണ് പ്രതിവിധി എന്നാണ് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്നത്. നിതിൻ്റെ അമ്മയ്ക്ക് ഈ പറയപ്പെട്ട ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് എത്ര കാലമായി ഈ അസുഖം വന്നിട്ട് എന്നൊന്നും കത്തിൽ വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഈ നിതിൻ്റെ അമ്മയ്ക്ക് വാതരക്തം അല്ലെങ്കിൽ രക്തദുഷ്ടി വന്നിട്ട് കാലുകളിലുണ്ടാകുന്ന പൊട്ട് ആകാം. കാൽ വെരിക്കോസിറ്റി, ഞരമ്പ് തടിച്ചുണ്ടാകുന്ന ഒരു രോഗമുണ്ട്. ആ അവസ്ഥയിലും രക്തശുദ്ധി കുറഞ്ഞിട്ട് ശുദ്ധരക്തം വേണ്ട വിധത്തിൽ സർക്കുലേറ്റ് ചെയ്യാത്തത് കൊണ്ടും ചൊറിഞ്ഞു പൊട്ടി കറുത്ത അടയാളങ്ങൾ വരാം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചെറിയ ചികിത്സാ ക്രമം ഇവിടെ പറയാം. മഹാമഞ്ചിഷ്ടാദി കഷായം ഒരു 15 മില്ലി കഷായം, കൈശോര ഗുൽഗുലു ഗുളിക പകുതി ചേർത്ത് രാവിലെയും വൈകിട്ടും കഴിക്കാവുന്നതാണ്. പിന്നെ കാല് കഴുകാനായിട്ട് വെള്ളമിടുക, പുളിയുടെ ഇലയും തൊലിയും, അതുപോലെ കടുക്ക പൊട്ടിച്ചിടുക, അടയ്ക്കാമരത്തിൻ്റെ തൊലി ചതച്ചിടുക, അതുപോലെ ഉണക്ക ചിരട്ട തല്ലി പൊട്ടിച്ചിടുക. ഇതെല്ലാം ഇട്ട് വെള്ളം വെന്ത് ആ വെള്ളത്തിൽ 2 നേരവും കാൽ മുക്കി വെച്ച് സുഖമായിട്ട് കഴുകിയെടുക്കാം. ജാത്യാദി തൈലം കാൽ പുരട്ടാൻ ഉപയോഗിക്കാം. ഇത്രയുമൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ പഥ്യക്രമവും മുൻ പറഞ്ഞ പോലെ പഥ്യക്രമവും അനുഷ്ഠിക്കേണ്ടത്. ത്വക്ക് രോഗങ്ങളിലെല്ലാം മത്സ്യമാംസങ്ങളും അതുപോലെ മുട്ടയും എല്ലാം വർജിച്ച് കൃത്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഈ മരുന്നുകൾക്ക് തന്നെ പ്രത്യേക ഫലസിദ്ധി നമുക്ക് കാണാൻ കഴിയും.